അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും എത്തി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളും തിരക്കാണ്. വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായി പോയെങ്കിൽ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആലമോൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന് കേട്ടോ. അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് അയക്കാണ്. ഞാൻ അമ്മരെ ചില്ലാക്കി നിർത്തുകയാണ് കേട്ടോ. അച്ഛൻ അപ്പോഴത്തേന് റെഡി ആയിട്ട് വന്ന് ഞങ്ങളാണ് ഇന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആളുടെ കുറച്ചൊരു പേടിയുണ്ട്. കാരണം അവൻ പുതിയതായിട്ടാണ് ആ സ്കൂളിൽ കേട്ടോ. ഇത്രയും നാൾ നമ്മുടെ സ്വന്തം സ്കൂളിൽ തന്നെയാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ചേച്ചി അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ സ്കൂളെത്തി അച്ഛയുടെ കൈയും പിടിച്ച് മന്ദം വന്ന് സ്കൂളിലേക്ക് നടക്കുകയാണ്. ഇവിടെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ആലമോൻ കൂളായിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കയറി കേട്ടോ. അവൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം കൂടിയാണ് ഓർമ്മ വരുന്നത്. ആൾറെഡി ഒരു ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അച്ഛയോട് പറയുന്നത്, എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സ്കൂളിലും കൂടെ ഒന്ന് പോയാലോ, അവിടെയും പ്രവേശനോത്സവമാണ്. അപ്പായും അങ്കിളും എന്തോ കടുത്ത ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. വീടിനടുത്ത് തന്നെയാണ് സ്കൂളും. വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആലമോൻ നേരത്തെ ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ കണ്ടതോടെ ചേച്ചിയുടെ മാസൻട്രി അപ്പായും ആൻറ്റിയും ചേച്ചി ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ നിന്ന് സംസാരിച്ചിട്ട് മീറ്റിങ്ങിനകത്തേക്ക് കയറി. കുഞ്ഞുങ്ങൾക്കെല്ലാം ബലൂണുകൾ കൊടുത്ത് അവരെ വെൽക്കം ചെയ്ത് അകത്തിരുത്തി കേട്ടോ. അതിനുശേഷം പുതുതായിട്ട് വന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം സമ്മാനപ്പൊതി കൊടുത്തു. അവരുടെ ചെറിയൊരു സന്തോഷം മാത്രമല്ല, സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് ട്രോഫിയും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉച്ചയായി. നമ്മളെ തിരക്കി രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. ആരാണ് എവിടെയാണ്? ആലമോനും ആൽരമോനും. അവർ ഞങ്ങളെ തിരക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിച്ചു, ആലമോ ആൽരമോ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അവർ പറഞ്ഞു, ചേച്ചി കിടിലം സൂപ്പർന്ന്. അപ്പോൾ ടാറ്റാ.